സ്വിറ്റ്സർലൻഡിലെ പുതിയൊരു ദിവസം തുടങ്ങുന്നത് ഇന്റർലേക്കിന്റെ സമീപത്തൂടെയുള്ള ട്രെയിൻ യാത്രയിൽ നിന്നായിരുന്നു. ഇന്റർലേക്ക് എന്നതിന് പേര് വരാൻ കാരണം ഇത് രണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലേക്സിന്റെ നടുവിലുള്ള ഒരു ലേക്ക് ആയതുകൊണ്ടാണ്. ആ രണ്ട് ലേക്സിന്റെ പേരാണ് ലേക്ക് തുൺ ആൻഡ് ലേക്ക് ബ്രെയിൻസ് എന്ന് പറയുന്നത്. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടോപ്പ് ഓഫ് യൂറോപ്പ് ആയിട്ടുള്ള ജുങ്ഫ്രോയിലേക്കുള്ള ഗേറ്റ് വേ കൂടിയായിരുന്നു. ഇവിടുത്തെ വെള്ളത്തിന് മൊത്തത്തിലൊരു ടർക്കോയിസ് കളറായിരുന്നു. ഇതിന്റെ സമീപത്തോടെയുള്ള യാത്ര എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ബ്രീത്ത് ടേക്കിംഗ് വ്യൂ പോലെയാണ് നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. അഡ്വഞ്ചർ ക്യാപിറ്റൽ ഓഫ് സ്വിറ്റ്സർലൻഡ് എന്നുകൂടി ഈ സ്ഥലം അറിയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ധാരാളം വൈഡ് റേഞ്ചിലുള്ള ആക്ടിവിറ്റീസ് ഒക്കെ അവൈലബിൾ ആണ്. പാരാഗ്ലൈഡിംഗ്, സ്കൈ ഡൈവിംഗ്, കനോവിംഗ്, വൈറ്റ് വാട്ടർ റാഫ്റ്റിംഗ്, ബഞ്ചി ജമ്പിംഗ് ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഈ ഇന്റർലേക്കൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രിൻഡൽവാൾഡും അതുപോലെ ലോട്ടർബ്രണ്ണനും ഒക്കെ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രാൻസ്പോർട്ടേഷൻ ഹബ്ബ് കൂടിയായിരുന്നു. അതുപോലെ തന്നെ ജുങ്ഫ്രോ എന്ന് പറഞ്ഞാൽ അത് ടോപ്പ് ഓഫ് യൂറോപ്പ് എന്നറിയപ്പെടുന്ന ജുങ്ഫ്രോയിലെ ഒരു ഗേറ്റ് വേ കൂടിയായിരുന്നു ഈ ഇന്റർലേക്കൺ. എന്താ പറയുക, ഇവിടുത്തെ കാഴ്ച ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. ശരിക്കും ട്രെയിനിൽ കൂടെ നമ്മൾ പോകുമ്പം നമ്മളെന്തോ ഭയങ്കര അടിപൊളി കാഴ്ചകൾ എക്സ്പീരിയൻസ് ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മൾ എന്താ പറയുക, ശരിക്കും വേറെ ഏതോ ഒരു സ്ഥലത്ത് എത്തിപ്പെട്ട ഒരു എഫക്റ്റ് ആയിരുന്നു ഇതിലെ കൂടെയുള്ള ഈ യാത്രയിൽ മൊത്തം തോന്നിയിട്ടുള്ളത്. ഈ ഇന്റർലേക്കൺ ട്രെയിനിലും കാറിലും ഒക്കെ ഈസി ആയിട്ട് ആക്സസിബിൾ ആയിരുന്നു. ഇതിൻ്റെ തീരത്തൂടെയൊക്കെ ഒരുപാട് ആൾക്കാർ വാട്ടർ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്നത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ടർക്കോയിസ് കളറുള്ള ഒരു ഇമ്പ്യൂരിറ്റീസും ഇല്ലാത്ത വെള്ളം, പച്ച കളറുള്ള മലനിരകൾ, മുകളിൽ നീലാകാശവും വെള്ളമേഘങ്ങളും, അവിടെ ഇവിടെയായി കാണുന്ന കുഞ്ഞൻ ബോട്ടുകൾ, പ്രകൃതിയെ ഇത്രമേൽ മനോഹരമായി കാണപ്പെട്ട മറ്റൊരു കാഴ്ച. നമ്മളെല്ലാവരും ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണല്ലോ ജീവിതത്തിൽ. ഈ ഓട്ടത്തിനിടയിൽ നമ്മൾ ശരിക്കും എവിടെയെങ്കിലുമൊക്കെ യാത്ര പോവുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു വലിയ സ്ട്രെസ് റിലീഫായിട്ടുള്ള കാര്യമാണ്. അതുപോലെ ഇതുപോലെയുള്ള സ്ഥലങ്ങൾ നമ്മൾ കാണുമ്പോൾ നമുക്ക് എന്താ പറയുക, ഭയങ്കര ഒരു ഹാപ്പിനെസ് തോന്നും. പിന്നീട് തിരിച്ചു വന്ന് നമ്മുടെ വർക്ക് ലൈഫ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ കുറേ കൂടി റിലാക്സ്ഡ് ആയിരിക്കും, സ്ട്രെസ് ഫ്രീ ആയിരിക്കും. ഈ സ്വിറ്റ്സർലൻഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെ നോക്കിയാലും വ്യൂ ആണ്. എങ്ങോട്ട് തിരിഞ്ഞാലും ഭയങ്കര മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് നമുക്ക് കാണാനുള്ളത്. ഓരോ സ്ഥലവും അതിമനോഹരങ്ങളായിരുന്നു. നമ്മുടെ ഇപ്പം ട്രെയിൻ കടന്നുകൊണ്ടിരിക്കുന്നത് ഒരു പാലത്തിൻ്റെ മീതെ കൂടെ ആയിരുന്നു. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഒരു വലിയ ട്രെയിനാണ്. ഇതൊരു കൊച്ചു റെയിൽവേ സ്റ്റേഷനാണെന്ന് തോന്നുന്നു. അവിടെ ഒരു വലിയ ട്രെയിനൊക്കെ നിർത്തിയിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കുറേ ആൾക്കാർ സൈക്കിളിലൊക്കെ പോകുന്നതൊക്കെ കാണാൻ വേണ്ടി പറ്റും. ഇത് ഇന്റർലേക്കണിൻ്റെ താഴ്വാരത്തുള്ള ഒരു കുഞ്ഞു വില്ലേജ് ആയിരുന്നു. അവിടെ നിറയെ വീടുകളും കുറേ എന്തൊക്കെയോ കൃഷികളൊക്കെ അവർ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. If you really like our video, please do like, share and subscribe our YouTube channel. Thanks for watching.